കുടുംബത്തിൽ പ്രാർത്ഥിക്കാതിരുന്നാൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, നിങ്ങളുടെ പരാജയം ആഗ്രഹിക്കുന്ന ഒത്തിരി ശക്തികൾ, അന്തരീക്ഷ ശക്തികൾ എന്നാണ് ബൈബിൾ അതിനെ വിളിക്കുന്നത്. അന്തരീക്ഷ ശക്തികൾ ഇതെല്ലാം ഈ ലോകത്തുണ്ട്. എവിടെല്ലാം തിന്മയുണ്ടോ അവിടെല്ലാം തിന്മയുടെ രൂപീകരണം, എവിടെല്ലാം പാപമുണ്ടോ അവിടെ പാപത്തിന്റെ ശക്തികൾ. അത് നമ്മളെ പുറകോട്ട് പിടിക്കും. അത് നമ്മൾ ഒരു കാര്യമില്ലാതെ വഴക്കുണ്ടാക്കും. അത് അന്ധകാരം, ഇരുട്ടിന്റെ ശക്തി, ഒരു കാര്യമില്ല, അത് വെറുതെ വഴക്കുണ്ടാക്കും. മനുഷ്യരെ തമ്മിൽ തെറ്റിക്കും. അത് വിവാഹങ്ങളെ തല്ലിപ്പിരിക്കും. അത് കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളരാൻ അനുവദിക്കില്ല. ദൈവികമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടില്ലെങ്കിൽ അവിടെ ദൈവികമായ കാര്യങ്ങൾ സംഭവിക്കില്ല. ഡെസക്രേറ്റ് ചെയ്യും പിശാച്. അവന് നല്ലപോലെ അറിയാം സ്ഥലങ്ങളെ മലിനമാക്കുക അവൻ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ജാഗ്രത എന്ന് പറഞ്ഞാൽ, വീട്ടിൽ നിർബന്ധമായും പ്രാർത്ഥിക്കണം. ഇത് വികാരിയച്ഛന്റെ ആവശ്യമല്ല, രൂപതാ മെത്രാന്റെ ആവശ്യമല്ല. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ആളുകൾ വിചാരിക്കുന്നത് നിങ്ങൾ കുടുംബത്തിൽ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ യോമാർക്ക് നിങ്ങൾ കുടുംബത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഏതാണ്ട് 10% കിട്ടുന്നുണ്ടെന്നാണ് ആളുകളുടെ വിചാരം. അങ്ങനെയൊന്നുമില്ല. അതായത് എന്റെ പ്രിയ ദൈവമക്കളെ, ദൈവജനമേ, കുടുംബ